അറിഞ്ഞില്ലേ ചുള്ളിക്കൽ സോൾട്ട് ഫാഷൻ സ്റ്റോറിൽ പെരുന്നാൾ വിഷു ഓഫറുകളുടെ പെരുമഴ. ലേഡീസ്, കിഡ്സ്, ജെന്റ്സ് ഡ്രസ്സുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. 1000 രൂപയ്ക്ക് 5 ഷർട്ട്, 5 ടീഷർട്ട് വെറും 1000 രൂപയ്ക്ക്, 3 ജെന്റ്സ് ജീൻസ് വെറും 999 രൂപയ്ക്ക്, 480 രൂപയ്ക്ക് 3 ലേഡീസ് ടോപ്പ്, 799 രൂപയ്ക്ക് 2 ലേഡീസ് ജീൻസ്, 1000 രൂപയ്ക്ക് 2 ബ്രാൻഡഡ് ഷർട്ടുകൾ, 3 ഗേൾസ് ഫ്രോക്കിന് വെറും 500 രൂപ മാത്രം. 175 രൂപ മുതൽ നൈറ്റികൾ, 749 രൂപയ്ക്ക് 1 2 ഷർട്ടുകൾ. അതുപോലെ ലേഡീസ് ബാഗ്, കിഡ്സ് ടോയ്സ്, ഫാൻസി ഐറ്റംസ്, അങ്ങനെ എല്ലാത്തിനും നല്ല അടിപൊളി ഓഫറാണ് സോൾട്ട് ഫാഷനിൽ. അപ്പോൾ ഈ വിഷു പെരുന്നാൾ ചുള്ളിക്കൽ സോൾട്ട് ഫാഷനോടൊപ്പം. നെല്ലിക്കുഴി മണ്ഡലം UDF 102ാം ബൂത്ത് കൺവെൻഷൻ നടന്നു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നെല്ലിക്കുഴി മണ്ഡലം 102ാം ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടേക്കാലിഗി ഉദ്ഘാടനം ചെയ്തു. SFIയുടെ ക്രിമിനൽ സംഘങ്ങൾ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം ബെൽറ്റിനടക്കം ബെൽറ്റ് പൊട്ടുന്നതുവരെ 3 ബെൽറ്റുകൾ പൊട്ടുന്നതുവരെ അതിദാരുണമായി ക്രൂരമായി ആക്രമിച്ച് കൊല ചെയ്യപ്പെടുത്തി. സിദ്ധാർത്ഥിന്റെ അച്ഛൻ കേരളത്തിന്റെ പൊതുമനസാക്ഷിയോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്റെ മകനെ കൊന്നു കളഞ്ഞോളൂ. നിങ്ങൾ എൻ്റെ മകനെ കൊല്ലുമ്പോഴും അവസാനം ഒരു വെള്ളം പോലും എൻ്റെ മകന് കൊടുക്കാനുള്ള മനുഷ്യത്വം പോലും കാണിക്കാത്ത തെമ്മാടി കൂട്ടങ്ങളായി SFI അതിക്രമിച്ചുവെന്ന് ഒരു പിതാവ് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. അവസാനം അവന്റെ വയറ്റിലേക്ക് ചെന്നത് തവിട്ട് നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. എന്താണെന്നറിയുമോ? വെള്ളം ചോദിച്ചപ്പോൾ അവനെ മൂത്രം കുടിപ്പിച്ച് കൊന്നുകളഞ്ഞ SFIക്കും DYFIക്കും CPMനും കേരളത്തിൽ ഈ തെമ്മാടിത്തരങ്ങൾ മുഴുവനും കാണിക്കാൻ അവർക്ക് ധൈര്യം നൽകുന്ന എന്താണെന്നറിയുമോ? പിണറായി തമ്പുരാൻ കേരളം ഭരിക്കുമ്പോൾ ഞങ്ങളെ തൊടാൻ കേരളത്തിന്റെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ കഴിയില്ല എന്നുള്ള ദാഷ്ട്യത്തിന്റെ പുറത്താണ് നമ്മുടെ പ്രവർത്തകരെ നവകേരള സദസ്സിൽ ആക്രമിക്കുന്നത്. ഇങ്ങനെ ആക്രമണത്തിനും കഞ്ചാവ് പ്രവർത്തനത്തിനും മദ്യമയക്കുമരുന്ന് മാഫിയ പ്രവർത്തനത്തിനും പീഡനത്തിനും DYFI നേതൃത്വം കൊടുക്കുന്നതിന് ധൈര്യം പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ അധികാരത്തിലെത്താൻ വോട്ട് ചെയ്തതിൽ ഈ നാടിൽ നമുക്ക് പങ്കുണ്ട് പല ആളുകൾക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ നെറികെട്ട ഗവൺമെന്റുകളെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. ബൂത്ത് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ലത്തീഫ് പള്ളിവറമ്പിൽ അധ്യക്ഷനായിരുന്നു. KM ആസാദ്, അലി പടിഞ്ഞാറച്ചാലിൽ, MM അബ്ദുൽ കരീം, MA കരീം, വിനോദ് K മേനോൻ, ഫരീദ് പട്ടമാവുടി, അബു കൊട്ടാരം, അജീബ് എരമല്ലൂർ, പ്രൊഫസർ KB ഷമീർ, ഹമീദ് കൊട്ടാരം എന്നിവർ സംസാരിച്ചു. അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ അഹങ്കാരം അലങ്കാരമാക്കി മാറ്റിയ 2 ഗവൺമെന്റുകൾക്കെതിരെ നമുക്ക് കൊടുക്കേണ്ട തിരിച്ചടിയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ഏൽപ്പിച്ച വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞു, മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അമ്മമാർ, പെങ്ങന്മാർ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കാതോർത്തിരിക്കുകയാണ്. എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. ആ ജാഥ തുടങ്ങിയപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് കുറച്ചു ദൂരം നടന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാലിന് വലിയ വേദന അനുഭവപ്പെട്ടു. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ യാത്രയിലേക്ക് കടന്നു വന്നു. ഒരു എഴുത്ത് നൽകി രാഹുൽ ഗാന്ധിക്ക്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.